കാത്തിരിപ്പിനൊടുവിൽ പ്രഭാസിന് വിവാഹം. വധു അനുഷ്ക ഷെട്ടിയോ. കൽക്കി വൻ ഹിറ്റായതോടെ താരമൂല്യം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് നടൻ പ്രഭാസ്. തുടരെ പരാജയങ്ങൾ വന്ന ഘട്ടത്തിലാണ് കൽക്കി, സലാർ എന്നീ സിനിമകൾ പ്രഭാസിന് തുണയാകുന്നത്. കരിയറിൽ മുന്നേറുമ്പോഴും പ്രഭാസിന്റെ സ്വകാര്യ ജീവിതത്തിൽ ആരാധകർക്ക് ചോദ്യങ്ങളേറെയാണ്. 45-കാരനായ പ്രഭാസ് ഇപ്പോഴും അവിവാഹിതനാണ്. വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും നടൻ ഒഴിഞ്ഞു മാറാറാണ് പതിവ്. ബാഹുബലി മുതൽ ഇങ്ങോട്ട് കരിയറിൽ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നടൻ നീങ്ങി. ബാഹുബലിക്ക് വേണ്ടി ജീവിതത്തിലെ കുറച്ചു വർഷങ്ങൾ പ്രഭാസിന് നീക്കിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കുടുംബത്തിൽ നിന്ന് വന്നപ്പോൾ ബാഹുബലിയുടെ കാര്യം പറഞ്ഞാണ് നടൻ ഒഴിഞ്ഞു മാറിയത്. എന്നാൽ ബാഹുബലി കഴിഞ്ഞ ശേഷവും വിവാഹത്തിന് നടൻ തയ്യാറായില്ല. ഇപ്പോഴിതാ പ്രഭാസ് വിവാഹിതനായേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. നടൻ രാംചരന്റെ പരാമർശമാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത്. പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ച് നടൻ ഒരു ഷോയിൽ സംസാരിച്ചു. പ്രഭാസിന്റെ ഭാര്യ ഗണപവരം എന്ന സ്ഥലത്ത് നിന്നായിരിക്കുമെന്നാണ് രാംചരൺ പറഞ്ഞത്. ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ ടൗണാണിത്. വെറുതെ രാംചരൺ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം. ഇതിനിടെ മനോബാല വിജയബാലൻ എന്ന ഫിലിം ട്രേഡ് അനലിസ്റ്റിന്റെ പോസ്റ്റ് ചർച്ചയായി. പ്രഭാസ് എന്നെഴുതിയതിനൊപ്പം വധുവിന്റെ ഇമോജിയാണ് ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ നിരവധി സിനിമാ താരങ്ങൾ വിവാഹിതരായി. പ്രഭാസും വിവാഹ ജീവിതത്തിലേക്കോ എന്നാണ് ആരാധകരുടെ ചോദ്യം. അനുഷ്ക ഷെട്ടിയാണോ വധു എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഇരുവരും പ്രണയത്തിലാണെന്ന് ഏറെക്കാലം സിനിമാ ലോകത്ത് ഗോസിപ്പ് പ്രചരിച്ചിരുന്നു. പ്രഭാസിന്റെ ഏറ്റവും നല്ല ഓൺ സ്ക്രീൻ പെയറായാണ് അനുഷ്ക ഷെട്ടി ഇന്നും അറിയപ്പെടുന്നത്.